ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയിലെ ആഞ്ഞിലിത്തറ അതിമനോഹരിയാണ്. ആഞ്ഞിലിത്തറയിലേക്ക് ധാരാളം വിനോദസഞ്ചാരികളൊക്കെ കടന്നു വരും. പക്ഷേ ഇവിടെയുള്ള അനേകം കുടുംബങ്ങൾ അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ ഒരു പലകപ്പാലത്തിലൂടെ വരണം. ഇവിടെ നിന്നും ഈ പ്രദേശത്തെ പത്തായത്തിൻ്റെ ആഴം ഏകദേശം 8 മീറ്ററോളം വരുമെന്നാണ് പറയുന്നത്. ഇവരിന്ന് ഒരു സമരവുമായിട്ട് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം എന്താണ് ശരിക്കും? ഇവിടെ ആവശ്യം എന്നുള്ളത്, ഞങ്ങൾ ഈ മാസം ജൂലൈ 9-ാം തീയതി ഒരു ജനകീയ സമരം ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്. അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ടൊരു ആവശ്യം എന്നുള്ളത് ഞങ്ങളുടെ റോഡും ഞങ്ങൾക്ക് നല്ലൊരു സൂയിസും, അതായത് പെർമനൻറ്റ് സൂയിസ്, അതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇത് ഞങ്ങളുടെ ആവശ്യം എന്നല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. വേറൊരു വഴിയില്ല ഞങ്ങൾക്ക്. പുറത്തേക്കൊന്ന് കുമ്പളങ്ങിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് പ്രായോഗികമായ ഒരു വഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണ്ടേ. സ്വദേശികളും വിദേശികളും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കുമ്പളങ്ങി. അത് നമ്മളുടെ വാക്കിലല്ല വരേണ്ടത്, നമ്മൾക്ക് പ്രായോഗികമായ കുറേ കാര്യങ്ങൾ വരണം ഇതിനകത്തേക്ക്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് തന്നെ അധികാരികൾക്കായിട്ട് അവരിത് മനസ്സിലാക്കണം. കാരണം വേറെ നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ആരെയും ആക്ഷേപിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടില്ല. ഞങ്ങളുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഇത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, നമുക്ക് ഇനി വർഷങ്ങളോ മാസങ്ങളോ അതല്ല, നമ്മൾക്ക് നിലവിൽ പെട്ടെന്ന് തന്നെ ഇത് ഞങ്ങൾക്ക് നേടിത്തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് ഇവിടെ ഇത് കല്യാണം കഴിച്ച് വന്ന തുടങ്ങിയുള്ള ദുരിതവും കഷ്ടപ്പാടുമാണ്. ഇതേ ഞങ്ങളുടെ വീടിൽ അങ്ങാടാണ്. അവിടെ എനിക്ക് ഒട്ടും ചെറിയൊന്നുമില്ല. ഈ ഉടുപ്പൊക്കെ പൊക്കിയിട്ടൊക്കെ ഈ പിള്ളേരൊക്കെ വന്നതും പോണതും ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ്. ഇതിലൊക്കെ പോകാനായിട്ട് സ്കൂളിൽ പോണ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അങ്ങേ അറ്റമൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഇതാണ്. റോഡാണെങ്കിൽ വെറുതെ ഇതായി കുണ്ടും കുഴിയായിട്ട് ഓട്ടോ പോലും വിളിച്ച് ഇങ്ങോട്ട് വന്നില്ല. ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, വാൽവ് മാറ്റി വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം എനിക്കൊരു വശം മൊത്തം തളർന്നു പോയി, സ്ട്രോക്ക് വന്ന്. എന്നെ ഇവിടുന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പെട്ട പാടുണ്ടല്ലോ. ഈ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ജിജു എന്ന് പറയുന്ന ചേട്ടനും പിന്നെ അതിൻ്റെ ഭാര്യയും കൂടെ പുറയിൽ എന്നെ നടുക്കിരുത്തിയിട്ട് ബൈക്ക് അവർ ഭാര്യ പുറയിലിരുന്ന് കെട്ടിപ്പിടിച്ചാണ് ഇവിടം വരെ എത്തിച്ചത്. തന്നെ ഒരു കണക്കിന് എത്തിച്ചു. ഞങ്ങൾക്കൊക്കെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലല്ല ഞങ്ങൾ അതിൻ്റെ അവിടെ തന്നെ നടന്ന് തീർന്നു പോകും. പിള്ളേരെ കെട്ടിച്ചൊഴിച്ചിട്ടും ആ സ്ഥിതി തന്നെ, ആ 25 വർഷം മുമ്പുള്ള സ്ഥിതി തന്നെ ഇപ്പോഴും ആ വഴിയിൽ ഇപ്പോഴും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഒരു അംഗനവാടി, ഒരു നല്ലൊരു അംഗനവാടി പോലും അവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. വൈദ്യസഹായം കിട്ടാണ്ട് എത്രയോ രോഗികളാണ് മരിച്ചേക്കണമെന്നറിയാമോ? എൻ്റെ അപ്പച്ചൻ തന്നെ ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ രക്ഷപ്പെട്ടു പോയാൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും കുറേ രോഗികൾ വൈദ്യസഹായം കിട്ടാണ്ട്, എന്താണെന്ന് വെച്ചാൽ കസേരയ്ക്കൊക്കെ എടുത്ത് പിടിച്ചു വന്ന് വഞ്ചിയിൽ കയറ്റി കൊണ്ടുവന്ന് റോഡിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ആ സമയം എല്ലാം കഴിഞ്ഞിരിക്കും. ആ ടൈം കിട്ടാണ്ടൊക്കെ കുറേ രോഗികളൊക്കെ മരണമടഞ്ഞിട്ടുണ്ട്. പാലം എപ്പോഴും ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നത്, ഒത്തിരി ബൈക്ക്, ഒരു 100-150 ബൈക്കെങ്കിലും ഓരോ ദിവസം അവിടെ കൂടി കടന്നു പോകുന്നുണ്ട്. ഈ പാലം കുലുങ്ങും അവിടെ കയറി കഴിയുമ്പോൾ. അപ്പോൾ അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു മാർഗം ഇവിടെ സ്ഥായിയായിട്ടുള്ളൊരു പാലം, അതായത് സ്ഥിരമായിട്ടുള്ള പത്താഴത്തിൻ്റെ സംവിധാനവും അങ്ങനെ മുകളിലൂടെ കാറും അല്ലെങ്കിൽ ഒരു ആംബുലൻസെങ്കിലും പോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്. വർഷങ്ങളായിട്ടുള്ള അതിന് മുമ്പുള്ള നമ്മുടെ കാരണന്മാരുടെ കാലം തൊട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും ഫലവത്തായിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ പുറകോട്ടില്ല, മുമ്പോട്ട് തന്നെയാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ആഞ്ഞിലിത്തറയിലുണ്ട്. ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനായി ഒരു നല്ല പാലമോ റോഡോ ഒന്നുമില്ല. വർഷങ്ങളായി മരപ്പാലത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അനുജത്തി പുഴയിൽ വീണ സാഹചര്യം വരെ ഉണ്ടായി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. ഞങ്ങൾക്ക് നല്ല റോഡും പാലവും വേണം. ഇത് ഞങ്ങളുടെ അവകാശമാണ്. അതിനാണ് അധികാരികൾക്ക് നൽകാനായി ഞങ്ങൾ കുട്ടികൾ തന്നെ ഇവിടെ വന്നത്. ജനകീയ സമരസമിതിയുടെ 2ാം ഘട്ട പരിപാടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത്. നമ്മളുടെ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാവരെയും കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ്, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്നീ വ്യക്തികൾക്ക് ഞങ്ങളുടെ ഈ ഒരു ശോചനീയ അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൈപ്പടയിൽ എഴുതി അവരിന്ന് അധികാരികൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. സെക്രട്ടറി ഹാർട്ട് പള്ളിയുടെ അവിടെ നിന്ന് ഇല്ലിക്കൽ ജംഗ്ഷൻ വരെയാണ് ഇത് ഞങ്ങൾ റാലിയായിട്ടാണ് പോയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. കാരണം ഈ ഒരു 8 മീറ്റർ ആഴമുള്ള പുഴയിലേക്ക് ഒരു 2ാം ക്ലാസ്സുകാരത്തി വീഴാനുണ്ടായ ഒരു സാഹചര്യമുണ്ടായി.
ആ കുട്ടിയുടെ അമ്മയും മറ്റുള്ളവരും പെട്ടെന്ന് തന്നെ കയറി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുടുംബത്തിൽ ഇന്ന് അമ്മയും ആ മോളും ജീവിച്ചിരിക്കുന്നത്. എപ്പോഴുമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒത്തിരി ആളുകൾ നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു പാലത്തെ കൂടി പോകുമ്പോൾ മഴയും ശക്തമായ കാറ്റുമുള്ള ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഭീഷണി ഓടുകൂടിയാണ്, ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്ന സാഹചര്യം. അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമാണ്, ഇത്രയേറെ കേരളം വികസിച്ച ഒരു സ്ഥലത്ത് ഈ ഒരു മരത്തിൻ്റെ പത്താഴം മാറ്റിക്കൊണ്ട് പെർമനൻറ്റ് സ്ലൂയിസ്, കാരണം ഇത് കൃഷിക്കും കൃഷിക്കും വേണ്ടിയിട്ട് നമ്മൾ ജലാശയത്തെ വേർതിരിക്കുന്ന ഒരു പെർമനൻറ്റ് സ്ലൂയിസ് പലക ഇട്ടുകൊണ്ട് വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ആഞ്ഞിലിത്തറ, ആറ്റത്തടം, ചുടുകാട് 3 കരയിലുള്ള ജനങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം, അതുപോലെ തന്നെയാണ് ഈ ഓരുവെള്ള കയറ്റവും. അപ്പോൾ അതിനും ഒരു പ്രതിവിധി തന്നെയാണിത്. നല്ല രീതിയിൽ കൃഷി നടത്തണമെങ്കിലും നമുക്ക് പെർമനൻറ്റ് സ്ലൂയിസ് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ വരുന്ന സാഹചര്യം 365 ദിവസവും ഉപ്പ് വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് സാധാരണ കൂലിപ്പണിക്കാരായ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളൊക്കെ നശിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരു തരത്തിൽ ഒരു പച്ചക്കറി പോലും കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറിനെ കത്ത് വഴി ഞങ്ങൾ അറിയിച്ചത് ഈ പാലത്തിൻ്റെ അവസ്ഥ, റോഡിൻ്റെയൊക്കെ അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പാലമൊക്കെ പൊട്ടിപ്പൊളിനൊക്കെ കിടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു കൊച്ചൊക്കെ വെള്ളത്തിലൊക്കെ വീഴാനൊക്കെ പോയി. പിന്നെ ഇപ്പോഴും ഞങ്ങൾ പ്രത്യേകിച്ച് മഴയും കാറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്ന് പോകണേ. അപ്പോൾ പല സമയങ്ങളിൽ ഞങ്ങൾക്ക് അവധി എടുക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ എനിക്കൊരു നല്ലൊരു ട്യൂഷന് പോകാൻ പറ്റുന്നില്ല. ഇതായതുകൊണ്ട് കുമ്പളങ്ങിയിൽ അങ്ങോട്ട് വരെ പോകണ്ടേ, അപ്പോൾ എനിക്ക് നല്ല ട്യൂഷനൊന്നും പോകാൻ പറ്റുന്നില്ല. മോളെ പോലെ അനേകം വിദ്യാർത്ഥികളാണ് ഈ ആഞ്ഞിലിത്തറയിൽ നിന്നും പഠിക്കുവാനായിട്ട് കുമ്പളങ്ങിയിലും മറ്റു പ്രദേശങ്ങളിലേക്കുമൊക്കെ പോകുന്നത്. ഇവർക്ക് അവരുടെ ജീവന സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ പഠനത്തിനായിട്ട് പോകുവാനായിട്ട് സാധിക്കണം. അതാണ് അവരുടെ ആഗ്രഹം. നല്ലൊരു പാലം വേണം, നല്ല വഴി വേണം, ജീവിത സാഹചര്യങ്ങൾ വേണം. ഈ സാഹചര്യങ്ങൾ ഒരുക്കുവാനായി അധികാരികൾ തയ്യാറാകണമെന്നുള്ള അപേക്ഷയാണ് അവരിന്ന് പോസ്റ്റ് കാർഡിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ നടപ്പിലാകുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇവർ ഓരോരുത്തരും വെച്ചു പുലർത്തുന്നത്. കുമ്പളങ്ങി ആഞ്ഞിലിത്തറയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.